നിബിഡമായ വയനാടൻ കാടുകളുടെ അതിർത്തിയിലുള്ള ബ്ലൂ മൗണ്ട് റെസിഡൻസി എന്ന പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവിലേക്ക് വരുമ്പോൾ ദേവനും ഭാര്യ ശ്രേയയും ഒടുങ്ങാത്ത സന്തോഷത്തിലായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ജോലി തിരക്കുകളിൽ നിന്നും മാറി തങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഇതിലും മനോഹരമായ ഒരു സ്ഥലം വേറെയില്ലെന്ന് അവർ ഉറപ്പിച്ചു. കാടിന്റെ തണുപ്പും മൂടൽമഞ്ഞും ആ വലിയ ബംഗ്ലാവിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റിയിരുന്നു. കരിങ്കല്ലിൽ പണിത ആ വലിയ കെട്ടിടത്തിനു ചുറ്റും പൈൻ മരങ്ങൾ കാവൽ നിൽക്കുന്നതുപോലെ തോന്നിപ്പിച്ചു. അവരെ സ്വീകരിക്കാൻ അവിടെയുണ്ടായിരുന്നത് മാത്യു എന്ന പ്രായമായ ഒരു കെയർടേക്കർ മാത്രമായിരുന്നു. അയാൾ വലിയ സംസാരിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ഇരുണ്ട കണ്ണുകളും വിറയ്ക്കുന്ന കൈകളുമുള്ള അയാൾ അവർക്ക് ബംഗ്ലാവിന്റെ വലിയ താക്കോൽ കൂട്ടം കൈമാറി. രാത്രിയായാൽ ജനലുകളൊക്കെ നന്നായി അടയ്ക്കണം. ഈ കാടിന് ചില നിഗൂഢതകളുണ്ട്, പ്രത്യേകിച്ച് പൗർണമി രാത്രികളിൽ. മാത്യു ഒരു മുന്നറിയിപ്പ് എന്നോണം പതുക്കെ പറഞ്ഞു. ദേവൻ അതൊരു തമാശയായി കണ്ട് ചിരിച്ചുതള്ളി. ആദ്യത്തെ രാത്രി വളരെ ശാന്തമായിരുന്നു. ജനലിനു പുറത്ത് മഞ്ഞു പെയ്യുന്നതും നോക്കി അവർ കാപ്പി കുടിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ രണ്ടാം ദിവസം രാത്രിയോടെ അന്തരീക്ഷം മാറിമറിഞ്ഞു. അന്ന് പൗർണമിയായിരുന്നു. ആകാശത്ത് ചന്ദ്രൻ രക്തവർണ്ണത്തിൽ തിളങ്ങി നിന്നു. രാത്രി 12 മണിയായപ്പോൾ ബംഗ്ലാവിന്റെ താഴത്തെ നിലയിൽ നിന്ന് ഒരു ഗ്രാമഫോൺ പാട്ടിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. വളരെ പഴയ ഏതോ ഒരു വിദേശ സംഗീതം. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന ശ്രേയ ദേവനെ വിളിച്ചു. ദേവ, താഴെ ആരോ പാട്ട് വെച്ചിരിക്കുന്നു. മാത്യു ചേട്ടൻ എങ്ങാനും വന്നതാണോ? അവൾ ഭയത്തോടെ ചോദിച്ചു. ദേവൻ മൊബൈൽ ടോർച്ചും തെളിയിച്ച് താഴേക്ക് നടന്നു. അവൻ താഴെ എത്തിയപ്പോൾ ആ സംഗീതം പെട്ടെന്ന് നിലച്ചു. ഗ്രാമഫോണിന്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അതിൽ പൊടി പോലും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി അതാരും തൊട്ടിട്ടില്ലെന്ന് വ്യക്തം. കാറ്റിന്റെ എന്തോ പ്രതിഭാസമായിരിക്കുമെന്ന് ശ്രേയെ ആശ്വസിപ്പിച്ച് അവൻ തിരികെ കിടക്കാൻ പോയി. പക്ഷേ പുലർച്ചെ 3 മണിയോടെ ശ്രേയയുടെ ഉറക്കം വീണ്ടും തടസ്സപ്പെട്ടു. ഇത്തവണ ശബ്ദം കേട്ടത് അവരുടെ കട്ടിലിന് തൊട്ടടിയിൽ നിന്നായിരുന്നു. മരം കൊണ്ടുണ്ടാക്കിയ തറയിൽ ആരോ നഖങ്ങൾ കൊണ്ടു പോറുന്ന ശബ്ദം. ക്രീ ക്രീ എന്ന ആ ശബ്ദം കേട്ട് ശ്രേയ ഭയന്നു വിറച്ചു. അവൾ പതുക്കെ കട്ടിലിൽ നിന്ന് താഴേക്ക് നോക്കി. ഇരുട്ടിൽ 2 ചുവന്ന കണ്ണുകൾ അവളെ തന്നെ നോക്കി തിളങ്ങുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം കൊണ്ട് ആ രൂപം കട്ടിലിനടിയിൽ നിന്ന് വായുവിലേക്ക് ഉയർന്നു. വികൃതമായ മുഖവും പാതി വെന്ത ചർമ്മവുമുള്ള ഒരു സ്ത്രീരൂപമായിരുന്നു അത്. അവൾ ഭയങ്കരമായി നിലവിളിച്ചു. ശ്രേയയുടെ നിലവിളി കേട്ട് ഞെട്ടിയുണർന്ന ദേവൻ ലൈറ്റ് തെളിച്ചപ്പോഴേക്കും ആ രൂപം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. ശ്രേയ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. നമുക്കിവിടെ നിന്ന് പോകണം ദേവ, ഇവിടെന്തോ ബാധയുണ്ട്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവൻ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് ഉറപ്പു നൽകി. പിറ്റേന്ന് രാവിലെ അവർ ബംഗ്ലാവ് വിട്ടിറങ്ങാൻ ഒരുങ്ങി. എന്നാൽ അവരുടെ കാറിന്റെ ടയറുകൾ 4ഉം ആരോ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിക്കീറിയിട്ടിട്ടുണ്ടായിരുന്നു. മാത്യുവിനെ അന്വേഷിച്ചെങ്കിലും അയാളെ അവിടെങ്ങും കാണാനില്ലായിരുന്നു. മൊബൈൽ നെറ്റ്വർക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. കാടിനുള്ളിലൂടെ നടന്ന് പ്രധാന റോഡിലെത്തുക മാത്രമായിരുന്നു ഒരേയൊരു വഴി. അവർ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് കനത്ത മൂടൽമഞ്ഞ് കാടിനെ വിഴുങ്ങി. വഴി പൂർണ്ണമായും കാണാതായി. എങ്ങോട്ട് തിരിയണമെന്നറിയാതെ അവർ കാടിനുള്ളിൽ അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ തങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ബ്ലൂ മൗണ്ട് ബംഗ്ലാവിന്റെ മുന്നിൽ തന്നെ അവർ വീണ്ടും എത്തിച്ചേർന്നു. സമയം അതിവേഗം കടന്നുപോയി. കാടിനുള്ളിൽ ഇരുട്ടു പടരാൻ തുടങ്ങി. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവർക്ക് വീണ്ടും ആ ബംഗ്ലാവിനുള്ളിൽ തന്നെ കയറേണ്ടി വന്നു. രാത്രിയായതോടെ ബംഗ്ലാവിലെ തണുപ്പ് അസഹനീയമായി മാറി. അന്തരീക്ഷത്തിൽ ഒരു ചീഞ്ഞ ശവത്തിന്റെ മണം പടർന്നു. പെട്ടെന്ന് ലിവിംഗ് റൂമിലെ വലിയ ഫയർപ്ലേസിൽ തീ തനിയെ കത്തിപ്പടർന്നു. അതിലെ പുകയിൽ ഒരു സ്ത്രീയുടെ രൂപം തെളിഞ്ഞുവന്നു. അവൾ ഒരു ഡയറി തറയിലേക്ക് ഇട്ടുകൊടുത്തു. ദേവൻ ഭയത്തോടെ ആ ഡയറി എടുത്തു തുറന്നു. വർഷങ്ങൾക്ക് മുൻപ് ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന എമിലി എന്ന വിദേശി വനിതയുടേതായിരുന്നു അത്. അവൾ തന്റെ ഭർത്താവിനാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണെന്നും അവളുടെ ശരീരം ആ ബംഗ്ലാവിന്റെ ചുവരുകൾക്കുള്ളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും അതിൽ എഴുതിയിരുന്നു. ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ തന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് പുറത്തെടുത്ത് സംസ്കരിക്കണം. പെട്ടെന്ന് ബംഗ്ലാവിന്റെ ചുവരുകൾ വിണ്ടുകീറാൻ തുടങ്ങി. വലിയൊരു ശബ്ദത്തോടെ ലിവിംഗ് റൂമിലെ ഒരു പ്രധാന ചുമർ തകർന്നു വീണു. അതിനുള്ളിൽ നിന്ന് ദ്രവിച്ച ഒരു അസ്ഥികൂടം പുറത്തേക്ക് വന്നു വീണു. അതേസമയം എമിലിയുടെ ആത്മാവ് അതിന്റെ പൂർണ്ണമായ ഭീകരരൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ അട്ടഹാസത്തിൽ ബംഗ്ലാവ് മുഴുവൻ കുലുങ്ങി. ദേവനും ശ്രേയയും ഭയത്തിന്റെ പരകോടിയിലായിരുന്നു. ദേവൻ ധൈര്യം സംഭരിച്ച് തറയിൽ കിടന്ന ഒരു മഴുയെടുത്ത് ആ അസ്ഥികൂടത്തിനു ചുറ്റുമുള്ള അവശിഷ്ടങ്ങൾ മാറ്റി അത് ബംഗ്ലാവിനടുത്തുള്ള തോട്ടത്തിൽ ആഴത്തിൽ കുഴിയെടുത്ത് അടക്കം ചെയ്യാൻ തുടങ്ങി.
ശ്രേയ അവനെ സഹായിച്ചു. അവർ മണ്ണ് മൂടി അവസാന പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ആ കാടൊന്നാകെ നിശബ്ദമായി. എമിലിയുടെ ആത്മാവ് ശാന്തമായൊരു പ്രകാശരശ്മിയായി മാറി ആകാശത്തേക്ക് ഉയർന്നുപോയി. അടുത്ത നിമിഷം മൂടൽമഞ്ഞ് മാറുകയും ദൂരെ നിന്ന് ഒരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുകയും ചെയ്തു. ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തിൽ ദേവനും ശ്രേയയും ആ ശാപഗ്രസ്തമായ ബംഗ്ലാവിനോട് എന്നേക്കുമായി വിട പറഞ്ഞു.